പ്രിയമുള്ള സഹോദരന്മാരെ, യാസുറാണ് പൂക്കോട്ടുംപാടം. അങ്ങനെ നിലമ്പൂരിൽ വീണ്ടും കാട്ടാനന്റെ ആക്രമണം. ഒരു വീട്ടമ്മ സരോജനി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദളിത് ആദിവാസി കുടുംബാണ്. ആടിനെ മേക്കാൻ വേണ്ടി പോയതാണ്. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു ആദിവാസി വീട്ടമ്മ. ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിൽ, അതായത് ഭരണകൂടത്തിന്റെ അനാസ്ഥ. ഈ വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് കർഷകരാകട്ടെ ഇത്തരത്തിൽ ആദിവാസികളാകട്ടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള സംരക്ഷണമില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോ അതിനെതിരെ പ്രതികരിക്കുന്ന ശബ്ദങ്ങളെ പോലും ജയിലിലടക്കാനും അങ്ങനെ അവരെ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നാളെ SDPIന്റെ ഹർത്താലാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ SDPIയുടെ ഹർത്താൽ നടക്കാൻ പോവാ. കാരണം അത് അനിവാര്യമാണ്. ഇതിനാരെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കണ്ടേ? പ്രതികരിക്കുന്ന ആളുകളെ പോലും നിശബ്ദമാക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ അത്തരം നെറികേടുകൾ അല്ലാതെ എന്താ അതിന് പറയാ? ഒരു ആഴ്ചയിൽ 2 മരണമാണ്, കൊലപാതകമാണ്, ആന ചവിട്ടിക്കൊല്ലാണ്. ഇത് എങ്ങനെയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക? വനനിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളെ പോലും ഒരു നിലക്കും, അത് കർഷകരാകട്ടെ ആദിവാസികളാകട്ടെ, അവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള അവരുടെ ജീവനോ സ്വത്തിനോ ഒന്നും ഒരു സംരക്ഷണവും ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടുകാരല്ലേ വേണ്ടത്, ജനങ്ങളല്ലേ വേണ്ടത്? അക്രമകാരികളായ ആനകളെ അത്തരം കാട്ടുമൃഗങ്ങളെ അവരുടെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് അതിന് നല്ലൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ഭരണകൂടമേ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ജനങ്ങളെ വോട്ടാണ്. ആനാൾ നിങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്യോ? നിങ്ങളെ തെരഞ്ഞെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടില്ല, മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് എത്ര കാലം നിങ്ങൾക്ക് നടിക്കാൻ കഴിയും? എന്ത് കഷ്ടാണിത്. നോക്കൂ, ഒരു ആദിവാസി ദളിത് യുവതിയുടെ മരണത്തില് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൗനാണല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം മുണ്ടൂല. എന്നാ ഇനി പ്രതിപക്ഷ പാർട്ടികൾ ഒരു നിലക്കും അതിനെതിരെ യാതൊരു വിധത്തിലുള്ളപ്പോ ആ വീട്ടമ്മ മരിച്ചിട്ട് എത്ര നേരായി വാർത്തകൾ വന്നിട്ട്? നിലമ്പൂരിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രസ്താവന, ഒരു പ്രതിഷേധം ആ നിലക്ക് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇനിയും കൊലപാതകങ്ങൾ, ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾ മൗനമായി നിൽക്കുക, ഭരിക്കുന്നവര് മൗനമാകുക, പ്രതിപക്ഷം മൗനമാകുക. എന്നിട്ട് ഇതിന് ഒരു പ്രശ്നമില്ല. അത് ആദിവാസികളല്ലേ, അത് ദളിത് പിന്നോക്കത്തിലുള്ള കാട്ടിലുള്ള ആളുകളല്ലേ, ഓലിപ്പോ പോയ ഞങ്ങൾക്ക് എന്താണ് എന്നുള്ള ഒരു സാധാരണക്കാരിപ്പോ പുറത്ത് നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പുകിലുണ്ടാവും ഇവിടെ വാർത്താ മാധ്യമങ്ങൾ നിറയും. അതേപോലെ തന്നെ ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ പ്രതിഷേധം ഉണ്ടാവും. അപ്പൊ ഇവരുടെ ജീവൻ ഒരു നെലിം വിലയില്ല എന്നുള്ളതല്ല ചോദിക്കുന്നത്. ഒരു നെലിം വില ഇവരുടെ ജീവൻ ഇല്ല എന്നുള്ളതാ. അപ്പൊ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിക്കുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം, ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരം അവിടെ താമസിക്കുന്ന ആദിവാസികളാകട്ടെ, അതേപോലെ തന്നെ കാടുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസര പ്രദേശത്ത് ജീവിക്കുന്ന കർഷകരാകട്ടെ, കുടുംബങ്ങളാകട്ടെ, വല്ലാത്തൊരു പൊറുതിമുട്ടലാണിത്. അപ്പൊ ആ നിലക്ക് തന്നെ കണ്ടുകൊണ്ട് അത്തരം ജനകീയ പ്രതിഷേധങ്ങളോടൊപ്പം നിൽക്കുക, ഐക്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്വം എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.